നമസ്കാരം. ഇന്നത്തെ വിഷയം എന്തെന്ന് പറയുന്നതിന് മുൻപേ ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒരു മതത്തെയും അവഹേളിക്കാനോ അവരുടെ ആചാരങ്ങളെ ചോദ്യം ചെയ്യുവാനോ അല്ല. അവിടെ നിത്യവും വന്ന് അവരുടെ കർത്തവ്യം നിറവേറ്റുന്നവരെ പരിഹസിക്കാനോ അവരുടെ പ്രവൃത്തികളെ ചോദ്യം ചെയ്യുവാനോ അല്ല. പകരം നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും അതിൻ്റെ പരിപൂർണതയിൽ എത്തിയിരിക്കണം. അതിപ്പോൾ ക്ഷേത്രമായാലും അവിടുത്തെ ആൾക്കാരായാലും ഏതൊരു വിധ ചടങ്ങുകളായാലും. ഞാനൊരു ദൈവവിശ്വാസിയാണ്. എന്നാലേ ഞാൻ എൻ്റെ മതത്തിലെ ദൈവസങ്കല്പത്തെ മാത്രമേ വിശ്വസിക്കൂ എന്നില്ല. ഞാൻ അമ്പലങ്ങളിലും പോകാറുണ്ട്, പള്ളികളിലും ക്രിസ്ത്യൻ പള്ളികളിലൊക്കെ പോയിട്ടുണ്ട്. സാഹചര്യം അനുകൂലമാണെങ്കിൽ ഇപ്പോഴും പോകാറുണ്ട്. നമ്മുടെ മനസ്സ് നല്ലതാണെങ്കിൽ ആത്മാർത്ഥമായി ഏത് ശക്തിയെ വിശ്വസിച്ചാലും വിളി കേൾക്കും എന്നതാണ് എൻ്റെ വിശ്വാസം. അവിടെ മതമോ ജാതിയോ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ആരെയെങ്കിലും വേദനിപ്പിക്കുന്നു എങ്കിൽ ക്ഷമ ചോദിക്കുന്നു. പറയുന്നതിൽ വാസ്തവമുണ്ട് എന്ന് തോന്നിയാൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്തേക്കണേ. ഇനി കാര്യത്തിലേക്ക് വരാം. ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് എനർജി തരുന്ന ഒന്നാണ്. വർണ്ണച്ചാർത്തുകളും ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചതും ദൈവസ്തുതി വാഴ്ത്തുന്ന ശബ്ദങ്ങളും എല്ലാം ഒത്തുചേർന്ന് അവിടുത്തെ മൂർത്തിയെ കാണാൻ പോകുമ്പോൾ തന്നെ മനസ്സിലെ എല്ലാ സങ്കടവും ഒരു നിമിഷത്തെങ്കിലും നമ്മൾ മറക്കും. എന്നാൽ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ എന്നെ ഏറെ വേദനിപ്പിച്ചതും അതേപോലെ തന്നെ ചിന്തിപ്പിച്ചതുമായ കുറച്ച് കാര്യങ്ങളുണ്ട്. മുൻപൊക്കെ ക്ഷേത്ര പരിസരം എന്ന് പറയുന്നത് തുളസിയും ചെത്തിയും മന്ദാരവും തുമ്പയും കൊണ്ടൊക്കെ നിറഞ്ഞിരുന്നു. അന്ന് ക്ഷേത്രങ്ങളിലേക്ക് വേണ്ടുന്ന പുഷ്പങ്ങളും ഇലകളും അവിടുന്ന് തന്നെയാണ് ശേഖരിച്ചതും. മാത്രമല്ല അന്ന് ബ്രാഹ്മണരോ നമ്പൂതിരിമാരോ ഒക്കെ പൂജ ചെയ്തിരുന്ന ക്ഷേത്രങ്ങളിൽ സാധാരണക്കാരായ ആൾക്കാർ കൊണ്ടുവരുന്ന ഇലകളോ പൂക്കളോ ഒന്നും എടുക്കില്ലായിരുന്നു. അത് അശുദ്ധിയാണെന്ന് പറഞ്ഞിട്ട് അവർ മാറ്റിവെക്കും. അമ്പലത്തിലെ നേദ്യങ്ങൾക്കുള്ള സാധനങ്ങൾ പോലും അന്നന്നത്തെ തറവാടുകളിൽ നിന്നോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെതായ ധാന്യപ്പുരകളിൽ നിന്നായിരിക്കും ശേഖരിച്ചിരിക്കുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അരി എന്നത് കൃഷി ചെയ്ത് നെല്ലെടുത്ത് പുഴുക്കലരിയും പച്ചരിയും ഉണ്ടാക്കിയെടുത്ത് ഉപയോഗിക്കുന്നു. എണ്ണ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ നെയ്യോ ഉപയോഗിക്കുന്നു. ക്ഷേത്ര പരിസരം അടിച്ചു തളിച്ച് ആളെ വെച്ച് പരിസരം മുഴുവനും വൃത്തിയാക്കി ചപ്പുചവറുകളൊക്കെ കത്തിച്ച് പച്ച ചാണകം മെഴുകി ക്ഷേത്രം ശുദ്ധി വരുത്തുന്നു. ആ ക്ഷേത്രത്തിലെ മൂർത്തിക്ക് ചാർത്തുവാൻ മഞ്ഞളും അരിയും ചന്ദനവുമെല്ലാം പൊടിച്ചും അരച്ചും എടുക്കുന്നു. ഇത്രയും പരിപാവനമായ ആ ഭൂമി നിൽക്കുന്ന ക്ഷേത്രത്തിനകത്ത് കയറുമ്പോൾ സുഗന്ധവും ശുദ്ധവായുവുമായിരുന്നു. എന്നാൽ ഇന്ന് മിക്ക ക്ഷേത്രങ്ങളിലെ അവസ്ഥ വളരെ മോശമാണ്. മോശം എന്ന് ഉദ്ദേശിച്ചത് അവിടുത്തെ അന്തരീക്ഷമാണ് കേട്ടോ. ക്ഷേത്രം വളർന്നിട്ടുണ്ട്, അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിപ്പിച്ചിട്ടുണ്ട്, കോടികളുടെ വരുമാനമാണ് ഉണ്ടാകുന്നത്, നിരവധി പേർക്ക് തൊഴിലും നൽകുന്നുണ്ട്. ഒക്കെ ശരി തന്നെയാണ്. എന്നാൽ അതുപോലെ അവിടെ ഇരിക്കുന്ന ദൈവത്തെ കൂടി പരിഗണിക്കേണ്ടേ? ആ ദൈവത്തെ വെച്ച് ബിസിനസ് മാത്രം ചെയ്താൽ മതിയോ? പണ്ട് സാധാരണക്കാരായ ആൾക്കാർ പൂജയ്ക്കായുള്ള ചെത്തിയും തുളസിയും എല്ലാം കുളിച്ച് ശുദ്ധിയായിട്ട് ക്ഷേത്രത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ അത് അശുദ്ധിയാന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കും. അങ്ങനെയുള്ളത് സ്വീകരിക്കാൻ പാടില്ല എന്ന്. എന്നാൽ ഇന്നത്തെ കാലത്ത് എന്താ ചെയ്യുന്നത്? അങ്ങനെയുള്ള പൂക്കളും ഇലകളും ഒക്കെ പൈസ കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴതിന് അശുദ്ധി ഇല്ലേ? അതേപോലെ തന്നെ മുൻപൊക്കെ ചന്ദനം അരച്ച് ചേർത്ത് തരുന്ന ആൾക്കാരെ നമ്മൾ ക്ഷേത്രങ്ങളിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മാർക്കറ്റിൽ നിന്ന് ഏറ്റവും വില കുറഞ്ഞ ഒരു പൊടി വാങ്ങിച്ചിട്ട് അതങ്ങ് കലക്കിയിട്ടാണ് നമുക്കൊക്കെ തരുന്നത്. അതൊക്കെ നമ്മുടെ നെറ്റിയിൽ ചാർത്തുമ്പോൾ അത് ഇറിറ്റേഷൻ ഉണ്ടാവുന്നില്ലേ? ഇത് തന്നെയല്ലേ അവർ ഭഗവാന്റെ മുഖത്തും ചാർത്തി കൊടുക്കുന്നത്? ചില ക്ഷേത്രങ്ങളിൽ വിളക്കെണ്ണ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. സത്യത്തിൽ എന്താ ഈ വിളക്കെണ്ണ? ഞാൻ കേട്ട അറിവ് വെച്ചിട്ട് പാചക എണ്ണ റിഫൈൻഡ് ചെയ്ത് സുഗന്ധദ്രവ്യങ്ങൾ ചേർത്ത് വരുന്നതാണ് വിളക്കെണ്ണ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് അശുദ്ധി ഇല്ലേ സത്യം പറഞ്ഞാലേ? ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും കാലം മാറിയില്ലേ എന്ന്. ശരിയാണ്, കാലം മാറി, മനുഷ്യനും സാഹചര്യങ്ങളും മാറി, അന്ധവിശ്വാസങ്ങൾ മാറ്റേണ്ട സമയവും കടന്നു. എന്തൊക്കെ മാറി എന്ന് പറഞ്ഞാലും ലക്ഷക്കണക്കിന് ആൾക്കാർ വിശ്വസിക്കുന്ന ക്ഷേത്രവും അവിടെ എന്തൊക്കെ വ്യസനങ്ങൾ വരുത്തിയാലും ശരി, വൃത്തിയും ശുചിത്വവും അത്യാവശ്യമാണ്. കാരണം പലതരം രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് മനുഷ്യരെ. വലിയൊരു മഹാമാരിക്ക് പോലും സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു. രോഗിയായ ഒരു വ്യക്തി വിശ്വാസപ്രകാരം രോഗശാന്തിക്കായി ക്ഷേത്രത്തിൽ എത്തുമ്പോൾ അവിടുത്തെ ചുറ്റുപാട് വൃത്തിഹീനമാണെങ്കിൽ എന്താ ചെയ്യുക? ഇങ്ങനെ പറയാൻ കാരണം ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് 1-2 ക്ഷേത്രങ്ങളിൽ പോയിരുന്നു. ക്ഷേത്രം ഏതെന്ന് പറയുന്നില്ല. ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് അടുത്ത് വരെ പോയി പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും സാധ്യമല്ല. അതിന് അവർ പറയുന്ന ചിട്ടവട്ടങ്ങളൊക്കെ പാലിച്ചവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതേ ക്ഷേത്രത്തിലെ ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പോയിട്ടുണ്ട്. ശ്രീകോവിലിന്റെ അടുത്ത് നിന്ന് തൊഴുതു വലം വെച്ചിട്ടും വന്നിരുന്നു. എന്നാൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന വൃത്തി ഇന്നില്ല. അമ്പലത്തിന്റെ പുറകിലായി അടിച്ചു വാരി കൂട്ടിയിട്ടിരിക്കുന്നു. പാത്രങ്ങളിൽ കഴുകുന്ന അഴുക്കു വെള്ളം കാരണം വലം വെക്കാൻ പോലും കഴിയുന്നില്ല. പിന്നെ ദുർഗന്ധവും. കൂടാതെ വിഗ്രഹത്തിന് അഭിഷേകം കഴിഞ്ഞ് പുറത്തു വരുന്ന വെള്ളം, പാല്, നെയ്യ് തുടങ്ങിയവ വരുന്ന ഓവ് വൃത്തിഹീനമായ അവസ്ഥയിൽ വല്ലാത്തൊരു സ്മെല്ലോട് കൂടിയിട്ടാണുള്ളത്. അത് തൊട്ട് നെറ്റിയിൽ വെക്കുന്ന ചില ഭക്തര് ദൈവത്തിന്റെ മുഖത്ത് ചാർത്താനായി കൊണ്ടുവന്നിരിക്കുന്ന
പാക്കറ്റ് കളവപ്പൊടി, കുങ്കുമപ്പൊടി, മഞ്ഞൾപ്പൊടി തുടങ്ങിയവയുടെ കവറുകൾ വേറെ. അവിടെ ഇരിക്കുന്ന ദൈവത്തിന് ജീവൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ജീവനക്കാർ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. അങ്ങനെ ആവശ്യമില്ല ചെയ്യേണ്ടേ. കാരണം അത്രമാത്രം വരുമാനം ഇപ്പോൾ മിക്ക ക്ഷേത്രങ്ങളിലും ഉണ്ടാവുന്നുണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കുടുംബക്ഷേത്രങ്ങളിലേക്ക് മാത്രമാണ് വരുമാനത്തിന്റെ കുറവുള്ളത്. അല്ലാതെ എല്ലാ ക്ഷേത്രങ്ങളിലും നല്ല വരുമാനം തന്നെയുണ്ട്. അത്രയും വരുമാനമൊക്കെ ഉണ്ടാകുമ്പോഴേ ദൈവത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ അവർ ആ ഒരു ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചെയ്യാമായിരുന്നില്ലേ? അല്ലാതെ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ആ ഒരു ക്ഷേത്രത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുമോ? ഇതൊക്കെ ഇങ്ങനെയാണെങ്കിൽ അവിടുന്ന് തരുന്ന പ്രസാദം ഉണ്ടാക്കുന്നതിന് എന്ത് ശുചിത്വമാണ് ഉണ്ടാവുക? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ക്ഷേത്രത്തിൽ വരുന്ന ഭക്തരെ കാണുന്ന സ്ഥലം വളരെ വൃത്തിയുള്ളത് എങ്കിൽ മാത്രമല്ലേ അവിടുത്തെ ഭണ്ഡാരം നിറയുള്ളൂ. ഇതേ വൃത്തിഹീനമായ അന്തരീക്ഷം കണ്ടിട്ടും ആരും എന്താ ഇത് മുഖവിലേക്ക് എടുക്കാത്തത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ചിലപ്പോൾ അവിടെ പോകുന്നവർ സ്ഥിരതാമസത്തിന് പോകുന്നതല്ലല്ലോ എന്ന ചിന്തയായിരിക്കും അല്ലേ? അതും അല്ലെങ്കിൽ പ്രതികരിച്ചാൽ ദൈവം കോപിക്കും എന്ന് കരുതിയിട്ടാണോ? മിക്ക ക്ഷേത്രങ്ങളിലും ഇത് നടക്കുന്നത് വലിയ ബിസിനസ് ആയിട്ട് തന്നെയാണ്. ചെറിയ മുതൽ മുടക്കിൽ വലിയ ലാഭം തരുന്ന ബിസിനസ്. ഭക്തിക്ക് ഇപ്പോൾ വലിയ മാർക്കറ്റ് ആണല്ലോ. നമ്മുടെ വീടും പരിസരവും നമ്മൾ വൃത്തിയാക്കില്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഗുണമേന്മ ഇല്ലാത്ത വസ്തുക്കൾ നമ്മൾ വാങ്ങി ഉപയോഗിക്കാൻ നിൽക്കുമോ? അതുപോലെ തന്നെയാണ് ക്ഷേത്രവും. നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വീടാണത്. അതിനകത്തിരിക്കുന്നത് വെറും പ്രതിമയല്ല, ജീവനുള്ള ഒന്നാണ് എന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ദൈവത്തിന്റെ വീട്ടിലെ ജോലിക്കാരാണ് ക്ഷേത്രത്തിലെ ജീവനക്കാർ. അവർക്ക് ക്ഷേത്രത്തിലെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ കൂടുതൽ ആൾക്കാരെ നിയമിക്കണം. അതിനും പറ്റുന്നില്ല എങ്കിൽ സ്വന്തം വീട്ടിൽ പോയിരിക്കണം. വെറുതെ ഒന്നും അല്ലല്ലോ ആരും ജോലി ചെയ്യുന്നത്. കൃത്യമായ വേതനവും ലഭിക്കുന്നില്ലേ? വീടായാലും ക്ഷേത്രമായാലും വൃത്തിയും ശുദ്ധിയുമുള്ള അന്തരീക്ഷമാണെങ്കിൽ അവിടെ ചൈതന്യവും ഐശ്വര്യവും സമാധാനവും ഉണ്ടാകും. അല്ലാത്ത സ്ഥലത്ത് നെഗറ്റീവ് എനർജിയാണ് എപ്പോഴും ഉണ്ടാവുക. ഈ പോക്ക് പോയാൽ മൂക്കും പൊത്തി ക്ഷേത്രത്തെ വലം വെക്കേണ്ടി വരും. എന്നെങ്കിലും ഭക്തിയും വിശ്വാസവും മനസ്സിലാണ് വേണ്ടതെന്നും ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്നും മനസ്സിലാക്കി വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പോയി സമയം കളയണ്ട എന്ന് കരുതി വിശ്വാസികൾക്ക് തോന്നിയാൽ അവിടെ നിലയ്ക്കും ദൈവത്തെ വെച്ചുള്ള ഈ ഒരു ബിസിനസ്. എന്താ നിങ്ങൾക്ക് തോന്നുന്നത്?